ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുളകിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മുളക് നട്ടുപിടിപ്പിക്കുന്ന പലരുടെയും പരാതിയാണ് ഈ വെള്ളീച്ച, കുരുടിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ. വീട്ടിലേക്ക് അത്യാവശ്യം ഒരു സാധനമാണ് ഈ മുളകെന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ഒരു 5-6 മുളകെങ്കിലും ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ഒരു പ്രത്യേക സന്തോഷമായിരിക്കത്തില്ലേ. പെട്ടെന്ന് കറിയിലിടാൻ ഓടി ചെന്നൊരു പച്ചമുളക് പൊട്ടിച്ചുകൊണ്ട് വന്നിടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകത ഒരു സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മുളക് കൃഷിയാണ് കേട്ടോ. കൃഷി എന്ന് പറയാൻ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല, എനിക്ക് അധികം സ്ഥലവും ഇല്ല. പക്ഷെ ഒരു കുഞ്ഞ് 2 മൂട് മുളക് എനിക്കുണ്ട്. അതിൽ നിറയെ മുളകും പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് വെള്ളിച്ചയോ അങ്ങനെ മുഞ്ഞ അങ്ങനെയുള്ള ശല്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കണ്ടില്ലേ, നല്ല നീളമുള്ള ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. ഇത് നല്ല നീളമുള്ള മുളകാണ്. കണ്ടില്ലേ, നിറയെ പിടിച്ച് കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ മുകളിൽ ബാൽക്കണിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. മുളക് പലരും നടാറുണ്ട്, പക്ഷേ ഈ വെള്ളീച്ചയുടെയും കുരുടിപ്പിൻ്റെയൊക്കെ പ്രശ്നം കാരണം നിർത്താറുണ്ട്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ചെയ്ത് ഫലം കിട്ടിയ ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുളകിൻ്റെ തൈ സെലക്ട് ചെയ്യുമ്പോൾ നല്ല തൈ നോക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുത്ത തൈയാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് നോക്കിയിട്ട് നമ്മൾ നടാൻ ശ്രദ്ധിക്കുക. കുറച്ച് സെപ്പറേറ്റ് നമ്മൾ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ അതിൽ നിന്നൊന്ന് സെപ്പറേറ്റായിട്ട് മാറ്റി വേണം മുളക് വെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് മറ്റുള്ള പച്ചക്കറികളുടെ കൂടെ ഇരിക്കുമ്പം അതിന് പെട്ടെന്ന് ഈ വെള്ളീച്ചയുടെ ശല്യമൊക്കെ വരാൻ പെട്ടെന്ന് പിടിപെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ മുളകിൻ്റെ ഗ്രോ ബാഗ് എടുത്ത് മുകളിൽ ബാൽക്കണിയിൽ കൊണ്ടുവച്ചത്. അപ്പോൾ പക്ഷേ അത് നന്നായിട്ട് പിടിച്ചു കേട്ടോ. അതിനകത്ത് ഒരു വെള്ളീച്ചയുടെ ഒരു ശല്യം ഇല്ലാണ്ട് തന്നെ അത് പിടിച്ചു. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു സംഭവങ്ങളും നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്തില്ലെങ്കിലും, പ്രത്യേകിച്ച് ഒരു സാധനം നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും, പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിലും, നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ദിവസവും മുളക് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ആ മുളകിൻ്റെ തൈ ഒന്ന് നോക്കുക, പോയി അതിൻ്റെ ഇലയുടെ അതിൻ്റെ ചുവട്, അതിൻ്റെ ഇല, അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് നോക്കുക. എന്ന് വെച്ചാൽ അതിനകത്തിൽ എന്തെങ്കിലും പറ്റിയിരിപ്പുണ്ടോ, എന്തെങ്കിലും ഒരു ഇതിനകത്ത് കയറിയിട്ടുണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണോ അത് നോക്കുന്നത് അതേപോലെ ആയിരിക്കും കേട്ടോ അത് വളരുന്നതും അതിനകത്തിൽ നമുക്ക് നിറയെ മുളക് പിടിക്കുന്നതും. ഒരു ദിവസം ശ്രദ്ധിക്കാണ്ടിരുന്നാൽ തന്നെ അതിനകത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതെൻ്റെ അനുഭവമാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെയ്യണ ഒരു പരിപാടിയാണ്, ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം ചെയ്യണ പരിപാടി ഇത് പോയി നോക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ ചെവിടെ എല്ലാ ഇലയും ഞാൻ പൊക്കി ഇങ്ങനെ മറിച്ച് നോക്കും. അതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം കയറിയിട്ടുണ്ടോ എന്ന് നോക്കും. അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു വാട്ടമുള്ള ഒരു ഇല കാണുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് പിച്ചി കളയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇത് വാച്ച് ചെയ്യുക. നമ്മളുടെ നോട്ടം പോലെ ഇരിക്കും ഇതിനകത്തിൽ കായ പിടിക്കുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ, ഇപ്പം നിറയെ മുളകുണ്ട്, മാത്രമല്ല ഓരോന്നോരോന്ന് പിടിച്ച് വരുന്നുണ്ട്, പൂവായിട്ട് നിൽപ്പുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് തോരാണ്ട് മുളക് പിച്ചാൻ പറ്റും. അതായത് പൊട്ടിച്ച തീരാത്തത്ര മുളക് നമുക്ക് കിട്ടും. കാരണം മുളക് പിച്ചി കഴിഞ്ഞാലും വീണ്ടും അതിനകത്ത് ഈ മുളക് വലുത് ചെറുത് പൂവ് അങ്ങനെ എല്ലാം ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു ഗ്രോ ബാഗിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മുകളിൽ ബാൽക്കണിയിലാണ്. അത്യാവശ്യം വെയിലൊക്കെ കിട്ടാറുണ്ട് ആ ഏരിയയിൽ, അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ താഴെ ഞാൻ വെച്ചപ്പം മെയിനായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നി. മറ്റുള്ളതിൻ്റെ അധികം ഞങ്ങൾക്ക് സ്പേസ് ഇല്ലല്ലോ, മുറ്റത്തൊന്നും അധികം സ്പേസ് ഇല്ല. അപ്പോൾ മറ്റുള്ള ചെടികളുടെ കൂടെ ഇരുന്നപ്പം പെട്ടെന്ന് എന്തോ ഒരു വാട്ടം പോലെ എനിക്ക് തോന്നിയിട്ടാണ് ഞാനത് ബാൽക്കണിയിൽ കൊണ്ടുവച്ചത്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് മുളകാണ് കേട്ടോ. ഇതേപോലത്തെ വേറൊരു മുളകും കൂടി എനിക്കുണ്ട്. അത് മറ്റേ ബുള്ളറ്റ് മുളകാണ്. കണ്ടില്ലേ, ഇത് നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നിറയെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്കൊരു കൈപ്പിടി നിറയെ കിട്ടും. നമുക്ക് ഡെയിലി ഒരു 5-6 എണ്ണം മതിയെങ്കിൽ തന്നെ ഒരു 10-15 എണ്ണത്തോളം നമുക്ക് കിട്ടാറുണ്ട് ഈ 2 മൂടിലും കൂടി. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ ഈ ഗ്രോ ബാഗിൽ നിന്ന് നിറയ്ക്കുമ്പോൾ അതിനകത്തിൽ കുറച്ച് ചാണകവും അങ്ങനെ കുറേ വളങ്ങളൊക്കെ ചേർക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് പൂ പിടിക്കുന്നതിനനുസരിച്ച് കുറേശ്ശെ ചാണകം ഒക്കെ വാങ്ങി ഇടാറുമുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഞാൻ ചേർക്കുന്ന മെയിൻ വളം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു ഐറ്റമാണ്. നമ്മൾ മീനൊക്കെ കഴുകിയ വെള്ളമില്ലേ, മീൻ കഴുകിയ വെള്ളം, അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴുകിയ വെള്ളമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മതി ഇത് നന്നായിട്ട് കായ പിടിക്കും. ഇതിനകത്ത് ചാണകപ്പൊടി അങ്ങനെ ഒന്നും ചേർത്തില്ലെങ്കിലും പിടിക്കും കേട്ടോ.
പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴുകി ആ വെള്ളം ഇങ്ങനെ വെറുതെ കളയാതെ അതെടുത്തൊരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതേപോലെ മീൻ കഴുകിയ വെള്ളം അതങ്ങനെ ഒരുപാട് ദിവസം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പം തന്നെ നമുക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. നല്ല വളമാണ് കേട്ടോ, നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരേ സംഭവം, നമ്മൾ ഡെയിലി വന്ന് നോക്കുക, ഇതിൻ്റെ ഇലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ഇല പിച്ചി കളയുക അപ്പം തന്നെ. അപ്പോൾ എല്ലാ ദിവസവും നോക്കുമ്പോൾ തന്നെ ആ മുളകിന് തന്നെ ഒരു ഊർജ്ജമൊക്കെ വരും. അപ്പോൾ ഇതേപോലെയുള്ള വീട്ടിലുള്ള വേസ്റ്റുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മതി, ഉള്ളിത്തൊലി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടിടുക, നിറയെ പിടിക്കും കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും എന്താ പറയുക കടയിൽ പോയി കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടിട്ടില്ലെങ്കിലും ഈ മുളക് നന്നായിട്ട് പിടിക്കും. ഇത് എൻ്റെ അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിറയെ പിടിക്കും കേട്ടോ, നിറയെ ഒരു കൈ നിറച്ച് കിട്ടാറുണ്ട്. എനിക്ക് എല്ലാ ദിവസവും മുളകുണ്ട്, എനിക്കിപ്പം കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല, എല്ലാ ദിവസവും കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് വെള്ളം, കഞ്ഞിവെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല നിറയെ കായ പിടിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബാക്കിയുള്ള ഐറ്റംസാണ്. വെണ്ട ഞാൻ നട്ടുപിടിപ്പിക്കുന്നുണ്ട്, അതേപോലെ തക്കാളി, പിന്നെന്താ പനിക്കൂർക്കല്ലേ, പനിക്കൂർക്കയാണത്, അതൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ചീരയുണ്ട്, ഇതൊക്കെ പനിക്കൂർക്ക ഞാൻ മുറിച്ച് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു വെണ്ടയും നിൽപ്പുണ്ട്, അതിൻ്റെ ചുവട്ടിൽ 2 പനിക്കൂർക്കയുടെ പൊട്ടിച്ചിങ്ങനെ കുത്തി കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ കിളിച്ച് വരണുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഒരു കുമ്പളമാണ്, കുമ്പളം ഇങ്ങനെ കിളിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ അത് മുകളിലോട്ട് പോകാനായിട്ട് ഞാൻ ഇങ്ങനെ കയറ് കെട്ടി മുകളിലോട്ട് ബാൽക്കണിയുടെ അവിടെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കാരണം ഇതിവിടേക്കേ ഉള്ളൂ നമുക്ക് സ്പേസ്, കുറച്ചൊക്കെ വെയിൽ കിട്ടുന്ന ഏരിയ ഇവിടെ മാത്രമാണ്, താഴെ ഒന്നും അധികം സ്പേസ് ഇല്ലല്ലോ. നമുക്ക് പറ്റുന്നിടത്തൊക്കെ വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യാം. നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനം വെച്ച് കറി വെച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സംതൃപ്തിയും സന്തോഷമൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിടിച്ചു വരുമ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ പിക്ചറും ഇട്ട് തരാം. എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.